ഹലോ, എല്ലാവർക്കും ജാനകിയുടെയും അഭിയുടെയും വീടിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്കും നെക്സ്റ്റ് വീക്ക് പ്രൊമോയിലേക്കും സ്വാഗതം. അങ്ങനെ രാവിലെ തന്നെ ജാനകി സൂര്യനാരായണനുള്ള ചായയുമായി റൂമിലേക്ക് വരികയാണ്. റൂമിൽ വന്നിട്ട് കിടന്നുകൊണ്ടിരിക്കുന്ന സൂര്യനാരായണനെ കണ്ട് ജാനകി ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഇനിയും എഴുന്നേറ്റില്ലേ? നേരത്തെ എഴുന്നേൽക്കുന്നതാണല്ലോ എന്ന് പറഞ്ഞ് ജാനകി അച്ഛാ അച്ഛാ എന്ന് വിളിക്കുന്നുണ്ട്. മറുപടി ഒന്നും കാണാത്തപ്പോൾ ജാനകി അച്ഛൻ്റെ അരികിൽ വന്ന് അച്ഛനെ തൊട്ടു വിളിക്കുന്നുണ്ട്. അപ്പോൾ ജാനകി ഞെട്ടിപ്പോകുന്നുണ്ട്. ഇതെന്താ അച്ഛൻ്റെ ശരീരമൊക്കെ മരവിച്ച പോലെ? അച്ഛാ അച്ഛാ എഴുന്നേൽക്ക് അച്ഛാ, അച്ഛൻ്റെ ജാനകിയാണ് വിളിക്കുന്നത്, എഴുന്നേൽക്കച്ഛ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ജാനകി തളർന്നു പോയി. കണ്ണിൽ നിന്നെല്ലാം കണ്ണുനീരിങ്ങനെ വരുന്നുണ്ട്. സഹിക്കാൻ പറ്റാത്ത സങ്കടം ആ മുഖത്ത് കാണുന്നുണ്ട്. എൻ്റെ അച്ഛനല്ലേ, എഴുന്നേൽക്കച്ഛ എന്നൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. അപ്പോഴേക്കും ജാനകിയുടെ കരച്ചിൽ കേട്ട് അബിയും അമലും വരുന്നുണ്ട്. അവരും കുറേ വിളിച്ച് എഴുന്നേൽപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പിന്നെ അവർക്ക് മനസ്സിലായി അച്ഛൻ ഞങ്ങളെ വിട്ടുപോയി എന്നുള്ള സത്യം. സഹിക്കാനാകാത്ത വേദനയിൽ അവരും പൊട്ടിക്കരയുകയാണ്. പിന്നാലെ അജയനും നിരഞ്ജനയും ജീവനുള്ള സമയത്ത് ഒന്ന് കാണാൻ പോലും വരാതിരുന്ന സൂര്യനാരായണൻ്റെ റൂമിലൊന്ന് എത്തി നോക്കാൻ പോലും തയ്യാറാക്കാതിരുന്ന പ്രഭാവതിയും മന്ദരയായ സൂര്യനാരായണൻ്റെ അമ്മയും ഒക്കെ വരുന്നുണ്ട്. എന്നിട്ട് കരയുന്നുണ്ട്. അങ്ങനെ അളകാപുരി ഒരു സങ്കടക്കടലായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. ആ വീട്ടിൽ സങ്കടമില്ലാത്ത 2 പേർ മാത്രമേ ഉള്ളൂ, അപർണയും അജയനും. അജയ്ക്ക് കുറച്ച് സങ്കടമുണ്ട് കേട്ടോ. അത് വേറൊന്നും കൊണ്ടല്ല. അച്ഛനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് 25 കോടി തട്ടിയെടുക്കാൻ ഇനി കഴിയില്ലല്ലോ, അതുകൊണ്ട് മാത്രം. ഇതിനിടയ്ക്ക് അപർണ തമ്പിയെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. പക്ഷെ തമ്പി അത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. ഇത് അവൻ്റെ ആക്ടിംഗ് ആണോ എന്നൊക്കെ സംശയിക്കുന്നുണ്ട്. പിന്നെ പൊന്നുവിനെയാണ് കാണിക്കുന്നത്. പൊന്നു വന്ന് അച്ചാച്ചനെ വിളിക്കുന്നത് ഹൃദയഭേദകമായ ഒരു കാഴ്ചയാണ്. അവൾ അച്ചാച്ചൻ്റെ അടുത്ത് വന്ന് എഴുന്നേൽപ്പിക്കാനും കണ്ണു തുറപ്പിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അച്ചാച്ചനോട് അവൾക്ക് അത്രയേറെ ഇഷ്ടമായിരുന്നു. അച്ചാച്ച കണ്ണു തുറക്ക്, അച്ചാച്ചൻ്റെ പൊന്നുമോളല്ലേ വിളിക്കുന്നത്, എഴുന്നേൽക്ക് അച്ചാച്ച എന്നൊക്കെ വളരെയധികം സങ്കടത്തോടെ വിളിക്കുന്നുണ്ട്. ആ കുഞ്ഞു മനസ്സിന് വല്ലാത്ത സങ്കടമാകുന്നുണ്ട്. അതിലേക്ക് വേലക്കാരി വന്ന് പൊന്നുവിനെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അമൃതയും ഭർത്താവും വരുന്നുണ്ട്. അച്ഛൻ്റെ വേർപാട് അമൃതയ്ക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. ജാനകിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് 2 പേരും പൊട്ടിക്കരയുന്നുണ്ട്. പിന്നെ അങ്ങോട്ടേക്ക് ഉണ്ണിത്താൻ വരുന്നുണ്ട്. തൊട്ടു പിറകെ നമ്മുടെ തമ്പിയും വരുന്നുണ്ട്. തമ്പിയുടെ മുഖത്ത് ഭയങ്കര സന്തോഷമാണ്. കയ്യിലൊരു വലിയ റീത്തുമുണ്ട്, പടനിലം ഗ്രൂപ്പ് ഓഫ് കമ്പനി എന്ന പേരിൽ. അതിങ്ങനെ കാണിച്ചു കൊണ്ടാണ് വരുന്നത്. എന്നിട്ട് ആ റീത്ത് കൊണ്ടുപോയി സൂര്യനാരായണൻ്റെ ബോഡിയിൽ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒരു വിജയഭാവത്തിൽ തമ്പി അബിയെ നോക്കുന്നുണ്ട്. അബിയും ജാനകിയും അതുകൊണ്ട് ദേഷ്യത്തിലും സങ്കടത്തിലും തിരിച്ചും നോക്കുന്നുണ്ട്. പിന്നെ അവിടേക്ക് വക്കീൽ വരുന്നുണ്ട്. വക്കീലും ഇതൊന്നും ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ലോ, കാരണം എഴുന്നേറ്റ് നടക്കുന്ന ആളായിരുന്നല്ലോ നമ്മുടെ സൂര്യനാരായണൻ. അതൊക്കെ വക്കീലിനും അറിയാമല്ലോ. അതുകൊണ്ട് വക്കീലും ഭയങ്കര സങ്കടത്തിലാണ് ഇതിങ്ങനെ സംഭവിച്ചു എന്ന് ഓർത്തിട്ട്. പിന്നെ കാണിക്കുന്നത് നെക്സ്റ്റ് വീക്ക് പ്രൊമോ ആണ്. അബി വക്കീലിനോട് പറയുന്നുണ്ട്, എൻ്റെ ദൈവം പോയില്ലേ സക്കീർ ഭായ്, ഞാൻ അനാഥനായി, പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എനിക്ക് എന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. പിന്നെ നിരഞ്ജന ഉണ്ണിത്താനോട് പറയുന്നതാണ് കാണിക്കുന്നത്. രാത്രി ഏറെ വൈകി അജയ് അച്ഛനെ കാണാൻ പോയിരുന്നു. എന്നിട്ട് അജയ് എന്തോ നേടിയ ഒരു ഭാവത്തിലാണ് തിരികെ വന്നത്. അത് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ തന്നെ എനിക്കെന്തോ സംശയം തോന്നിയിരുന്നു. പിന്നെ പ്രൊമോയിൽ കാണിക്കുന്നത് സക്കീർ ഹുസൈൻ അജയനോട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഷെയർ കയ്യിൽ കിട്ടിയില്ലേ, പിന്നെ എന്തിനാണ് കഴിഞ്ഞു പോയതിനെ പറ്റി പറയുന്നത്, വിട്ടേക്ക് എന്ന് പറയുന്നുണ്ട്. അച്ഛൻ മരിച്ചതിലൊന്നും ഒരു സങ്കടവുമില്ലാത്ത അജയ് ചോദിക്കുന്നുണ്ട്, വിൽപ്പത്രം സാധുവായി കിട്ടാൻ ഇനി എത്ര കടമ്പകൾ കടക്കണം? എൻ്റെ ആവശ്യങ്ങൾ നടക്കുമോ? ഇനിയും എത്ര നാൾ ഞാൻ കാത്തിരിക്കണം? അജയുടെ ഇത്തരത്തിലുള്ള സ്വാർത്ഥമായ പെരുമാറ്റം കണ്ട് സഹിക്കാൻ കഴിയാതെ അവനെ തന്നെ നോക്കി നിൽക്കുന്ന നിരഞ്ജനയെ കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.